ഏറ്റവും വേഗത്തിൽ മാറ്റങ്ങൾ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. സെൽഫ് ലേണിംഗ് സ്കില്ല് വളരെ പ്രധാനപ്പെട്ടതാണ്. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, ചാറ്റ് GPT, മിഡ് ജേണി, പുതിയ ടൂൾസുകൾ ഒക്കെയും വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മളെ കോഴ്സിൻ്റെ പാർട്ടാണ്. എന്തൊക്കെയാണോ ഏജൻസിക്കകത്ത് നമ്മൾ ബിസിനസ്സുകളുടെ നമ്മുടെ ക്ലയൻസുകളുടെ പ്രോജക്ട്സിൽ ഡേ ടു ഡേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പാർട്ടാവുന്നത്. മാർക്കറ്റിങ്ങിനോട് താല്പര്യമുള്ള ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജുള്ള ഏതൊരാൾക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ക്രാച്ചിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ കോഡിംഗ്, ടെക്നിക്കൽ നോളജ് ഇതൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. മാർക്കറ്റിംഗ് ഈസ് ബേസിക്കലി സൈക്കോളജിയും സോഷ്യോളജിയും ഒക്കെയാണ്. ടെക്നോളജിയുടെ അളവ് അതിൽ വളരെ കുറവ് തന്നെയാണ്. എങ്കിലും പുതിയ കാലത്ത് ഒരു ബിസിനസ്സിനെ ആളുകൾ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണ് അല്ലേ. 90% ഓഫ് ദ കസ്റ്റമേഴ്സും ഗൂഗിൾ തന്നെയാണ് ഇപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് സെർച്ച് എഞ്ചിനാണ് യൂട്യൂബ് എന്നൊക്കെ. ഗൂഗിൾ പ്ലാറ്റ്ഫോമുകളിൽ അഡ്വർടൈസ്മെൻറ്റിന് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി എക്സാമ്പിൾ ബെസ്റ്റ് റിസോർട്ട് ഇൻ വയനാട് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിൽ ഒന്നാമതായിട്ടും അഡ്വർടൈസ്മെൻറ്റ് ആഡ്സുകൾ കാണാറുണ്ട്. ലൊക്കേഷൻസുകൾ, നിയർ ബൈ റിസോർട്ടുകളുടെ ലൊക്കേഷൻസുകൾ വരാറുണ്ട്. താഴെ ഓർഗാനിക് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് അഡ്വർടൈസ്മെൻറ്റുകളൊന്നും അല്ലാത്ത പല വെബ്സൈറ്റുകളുടെ ലിസ്റ്റും വരാറുണ്ട്. ഇതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ റിസോർട്ടൊക്കെ ചൂസ് ചെയ്യാറുള്ളത് അല്ലേ. സോ ഫസ്റ്റ് പേജിൽ വരുന്ന ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെയിൽസ് അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് മീറ്റ് ആവും എന്നുള്ളത് തന്നെയാണ് തീർച്ച. നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ഇതൊക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുക. നമുക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. വേർഡ് പ്രസ് ആണ് നമ്മൾ പഠിക്കുന്നത്. വേർഡ് പ്രസ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്. ലോകത്ത് 2 വെബ്സൈറ്റുകളും നിർമ്മിക്കപ്പെടുന്നത് വേർഡ് പ്രസ്സിലാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും അറിയാത്ത ഒരാൾക്ക് വളരെ ഭംഗിയായി, അതൊരു തീം എഡിറ്റ് ചെയ്യുക മാത്രമല്ല കേട്ടോ, കസ്റ്റം ഡിസൈനുകളെ പോലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് 1ഉം 2ഉം വെബ്സൈറ്റുകളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കും. ഒരു വെബ്സൈറ്റിനെ റീക്രിയേറ്റ് ചെയ്യും, മറ്റൊരു വെബ്സൈറ്റിനെ സ്ക്രാച്ചിൽ നിന്ന് ഫ്രം റീസേർച്ച്, വയർ ഫ്രെയിം, ദെൻ അതിൻ്റെ ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, കോണ്ടൻറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ വേർഡ് പ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭംഗിയുള്ള വെബ്സൈറ്റ് നമ്മൾ ചെയ്തെടുക്കും. അതേ വെബ്സൈറ്റ് തന്നെയാണ് നമ്മൾ SEO റാങ്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, അതിനുശേഷം അതിൻ്റെ റാങ്കിങ് നമ്മൾ പഠിക്കുന്നു, ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. മറ്റൊന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അല്ലേ. അത് ഓരോ ബിസിനസ്സുകളുടെ കസ്റ്റമേഴ്സും അവരെവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച്, ദാറ്റ് മീൻസ് ഒരു ഫാഷൻ കോസ്മെറ്റിക്സ് ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാണെങ്കിൽ വളരെ ആക്റ്റീവായി പോവേണ്ടതാണ് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം എന്നുള്ളത്. ഇനി നമ്മൾ പുറത്ത് GCC കൺട്രിയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് ആ ഓപ്പർച്യൂണിറ്റീസുകളും ഒരുപാടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബി വേർ യുവർ കസ്റ്റമേഴ്സ് ആർ. നിങ്ങളെ ഉപഭോക്താക്കളുള്ള പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണ് അവിടെ നിങ്ങൾ ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വളരെ വലിയ ടോപ്പിക്കാണ്. അതിനകത്ത് നമുക്ക് അക്കൗണ്ട് മാനേജ്മെൻറ്റ്, ക്യാമ്പയിൻ മാനേജ്മെൻറ്റ്, റിപ്പോർട്ടിംഗ്, അതോടൊപ്പം തന്നെ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ സെയിൽസ് ഒക്കെ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാമ്പയിൻസുകൾ, പെർഫോമൻസ് ക്യാമ്പയിൻസുകൾ ഒക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും മാത്രമല്ല നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പഠിക്കേണ്ടിയിരിക്കുക. ഇമെയിൽ മാർക്കറ്റിംഗ്, ആഡ്സെൻസ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്, 1 to many പോകുന്ന കോൺവെർസേഷൻസുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വളരെ വലിയ ഓപ്പൺ റേറ്റുള്ള വാട്സപ്പിലെ ഓട്ടോമേഷൻസുകൾ, ഒരുപാട് ടൂൾസുകൾ, കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ട് സ്ട്രാറ്റജി പാർട്ട്, എങ്ങനെയാണ് നമുക്കൊരു ബ്ലോഗ് എഴുതാൻ വേണ്ടി സാധിക്കുക, ടൈറ്റിൽസ് എങ്ങനെയായിരിക്കണം, ഒരു ബ്ലോഗിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അങ്ങനെ തുടങ്ങി ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പാർട്ടായി നമ്മൾ പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. പ്രോഗ്രാമിനോടൊപ്പം തന്നെ നമ്മൾ വെബ് ഡെവലപ്മെൻറ്റിൽ കൊമേഴ്സുകളിലേക്ക് പോകുന്ന സമയത്ത് ഷോപ്പിഫൈ നമ്മൾ പഠിക്കുന്നു, വേർഡ് പ്രസ്സിൽ തന്നെ വൂകൊമേഴ്സ് നമ്മൾ പഠിക്കുന്നു. അത്യാവശ്യം നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ഓൺലൈൻ സ്റ്റോർ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. 100% പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം പഠിക്കാവുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. ഇതൊക്കെയും നമ്മൾ പ്രാക്ടീസ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. 3 മാസക്കാലം കൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ഒരുപാട് ബ്രാൻഡുകളുടെ ക്യാമ്പയിൻസുകളുടെ കേസ് സ്റ്റഡികൾ നമ്മൾ പരിചയപ്പെടുന്നു. ഏതൊക്കെ ക്യാമ്പയിൻസുകളിൽ നിന്നും നമ്മൾ ഹാൻഡിൽ ചെയ്ത കോഡ് ക്യൂബ്സ് ഒരു മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ള രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്ത ബിസിനസ്സുകളുടെ അകത്ത് കൊണ്ടുവന്ന റിസൾട്ട്സുകൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ക്യാമ്പയിൻസുകളുടെ ഫെയിലിയേഴ്സുകൾ, ഈ ലേണിങ്സുകൾ മുഴുവൻ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഈ രീതിയിൽ നമ്മുടെ പ്രാക്ടീസിങ് ആയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ
നമ്മൾ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഒരുപാട് ചെയ്തെടുക്കുന്നു. ഗൂഗിൾ, ഹബ്സ്പോട്ട്, മെറ്റ സർട്ടിഫിക്കേഷൻസിനോടൊപ്പം തന്നെ CDA STED Council-approved ആയിട്ടുള്ളൊരു അക്കാഡമി കൂടിയാണ്. STED Council of Indiaയുടെ സർട്ടിഫിക്കേഷൻസിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. കേരള നോളജ് എക്കണോമി മിഷൻ്റെ ട്രെയിനിങ് പാർട്ട്ണറാണ് CDA. കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തേതും ഏജൻസി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി കൂടിയാണ്. കാലിക്കറ്റിലും കൊച്ചിയിലുമായിട്ട് ഓഫ്ലൈൻ പ്രോഗ്രാമിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്ത് പോകാവുന്നത് കൊണ്ടാണ് രാവിലെ 10 to ഈവനിങ് 4 വരെ നമ്മളെ സെഷൻസുകൾ പോകുന്നത്. നമുക്ക് ഡിസിപ്ലിൻഡായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു ഏജൻസി കൾച്ചറിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പ്രസൻറ്റേഷൻ സ്കില്ല്, അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ CV, റെസ്യൂമി ഒക്കെ ബിൽഡ് ചെയ്ത് ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പുറത്തോട്ട് പോകുന്നുണ്ടാവുക. പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ് ആയി വർക്ക് ചെയ്യുന്നു. പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ടൈം അസിസ്റ്റൻസ് തരാവുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രോഗ്രാമിന് ശേഷം ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാവുന്നു. കേരളാസ് ലാർജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ പാർട്ടാവുന്നു. ഈവനിങ് വീക്കെൻഡ് ബാച്ചസുകളിലും ഒക്കെ ആയിട്ട് കൊച്ചിയിലും കാലിക്കറ്റും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ലൈവ് പ്രോഗ്രാമിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒക്കെയും പ്രാക്ടീസസ് നമ്മൾ ഓൺലൈൻ പ്രോഗ്രാമിലാണെങ്കിലും വീക്കെൻഡ് ഈവനിങ് പ്രോഗ്രാമിലാണെങ്കിലും നമ്മൾ സ്വന്തമായ ഒരു സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. 3 month ഓഫ്ലൈൻ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സെഷൻസിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സമയവും സൗകര്യവും നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഏജൻസിയിലെ പ്രൊഫഷണൽസിൻ്റെ കൂടെ അവരുടെ കരിയറിലെ എക്സ്പീരിയൻസുകൾ, കേസ് സ്റ്റഡികൾ, ലേണിങ്സ്, അവരുടെ ബെസ്റ്റ് പ്രാക്ടീസസ് ഇതൊക്കെയും മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കരിയർ നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സ്കില്ലാണ് പഠിക്കുന്നത്. ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും സ്കിൽ നമുക്ക് നൽകുന്നത് ഒരു പവറാണ്. ആ സ്കിൽ എവിടെയും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന, ഏത് മാർക്കറ്റിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ഡിമാൻഡഡ് ആക്കുന്ന ഒന്നാണ്. ഏറ്റവും വേഗത്തിൽ മാറ്റങ്ങൾ, അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. സെൽഫ് ലേണിംഗ് സ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, ChatGPT, മിഡ് ജേണി, പുതിയ ടൂൾസുകൾ ഒക്കെയും വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മളെ കോഴ്സിൻ്റെ പാർട്ടാണ്. എന്തൊക്കെയാണോ ഏജൻസിക്കകത്ത് നമ്മൾ ബിസിനസ്സുകളുടെ, നമ്മുടെ ക്ലയൻസുകളുടെ പ്രോജക്ട്സിൽ ഡേ ടു ഡേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പാർട്ടാവുന്നത്. വളരെ മികച്ച രീതിയിൽ പഠിച്ചെടുത്ത് ഇനി ഒരാൾക്ക് സ്വന്തമായിട്ടൊരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏജൻസി ഓറിയൻറ്റേഷൻ, സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ, ഡിജിറ്റൽ നൊമാഡ്, അങ്ങനെയൊക്കെ ആയിട്ട് കരിയറിൽ നിങ്ങളെ ഏത് രീതിയിലേക്ക് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുന്നുവോ അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമായിട്ടാണ് നമ്മുടെ പ്രോഗ്രാമുകളെ CDA പ്രസൻറ്റ് ചെയ്യുന്നുള്ളത്. പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അഡ്മിഷൻ കൗൺസിലേഴ്സിനെയും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.